പ്രിയമുള്ളവരെ, 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് UDF അധികാരത്തിലെത്തുമ്പോൾ തീർച്ചയായും മന്ത്രിപദത്തിലെത്തേണ്ട ഒരാളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം AICCയുടെ നിർദ്ദേശമുണ്ട്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷന്മാരെ അതാത് സംസ്ഥാനങ്ങളിൽ പാർട്ടി അധികാരത്തിലെത്തുകയാണെങ്കിൽ മന്ത്രിമാരാക്കണമെന്ന്. അതുപ്രകാരം തീർച്ചയായും മന്ത്രിയായി നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കേണ്ട വ്യക്തിത്വമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ പാർട്ടി ധൃതിയിലെടുത്ത തീരുമാനങ്ങൾ പ്രകാരമോ അല്ലെങ്കിൽ സ്വന്തം വ്യക്തിജീവിതത്തിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടോ രാഷ്ട്രീയ ജീവിതത്തിന് തടവീണ അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള OJ ജനീഷിനേക്കാളും മന്ത്രിപദത്തിലെത്തിയാൽ പെർഫോമൻസ് കാര്യങ്ങൾ പഠിച്ചു ചെയ്യുവാൻ കഴിവുള്ള ഒരു മന്ത്രിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. OJ ജനീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം മത്സരിച്ച കൊടുങ്ങല്ലൂർ നിയമസഭാ നിയോജക മണ്ഡലം ഒരിക്കലും OJ ജനീഷോ കോൺഗ്രസോ വിജയിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും രാഷ്ട്രീയ നിരൂപകർ കരുതിയതല്ല. പക്ഷേ വലിയ ഒരു ഒഴുക്കിൻ്റെ ഭാഗമായി ആ മണ്ഡലം കോൺഗ്രസിനോടും OJ ജനീഷിനോടൊപ്പം നിന്നു എന്നതാണ് യാഥാർത്ഥ്യം. രാഷ്ട്രീയത്തിൽ ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഭാഗ്യങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഭാഗ്യങ്ങൾ തേടിയെത്താറുണ്ട്. അങ്ങനെ ഭാഗ്യങ്ങൾ തേടിയെത്തിയ ഒരാളാണ് OJ ജനീഷ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അദ്ദേഹം വളരെ അവിചാരിതമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദങ്ങൾ പെടുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലെത്തുന്നു. കൊടുങ്ങല്ലൂർ പോലെ LDFന് വലിയ അപ്രമാദിത്വമുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്നു. അവിടെ നിന്ന് വിജയിക്കുന്നു. AICCയുടെ നിർദ്ദേശപ്രകാരം മന്ത്രിയാകുന്നു. ആദ്യ സമയം തന്നെ MLA തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ സമയം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന പേരിൽ മന്ത്രിയാകുന്നു. രാഷ്ട്രീയത്തിൽ വളരെ പെട്ടെന്ന് ഭാഗ്യങ്ങൾ തേടിയെത്തിയ ഒരാളാണ് OJ ജനീഷ് എന്ന് പറയുന്നതിൽ ഒട്ടും അതിശോക്തിയില്ല. ഇങ്ങനെ മറ്റൊരാളുടെ വീഴ്ച ഭാഗ്യമായി പരിണമിച്ച മറ്റൊരാളെന്ന് പറയുന്നത് നമ്മുടെ മന്ത്രി P. സുരേന്ദ്രൻ പിള്ളയാണ്. തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ച് വിജയിച്ച P. സുരേന്ദ്രൻ പിള്ളയാണ്. കാരണം അന്ന് ഒരു ഇലക്ഷൻ്റെ സമയത്ത് നമ്മുടെ ആന്റണി രാജുവിൻ്റെ ഒരു കേസ് പൊങ്ങി വരികയാണ്. ഇപ്പോഴുള്ള നിക്കർ കേസ് അത് ആദ്യം പൊങ്ങി വന്നത് ഒരു ഇലക്ഷൻ്റെ സമയത്താണ്. അന്ന് ആന്റണി രാജു നോമിനേഷനൊക്കെ കൊടുത്ത് മത്സരിക്കാനിരുന്ന സമയത്താണ് ഒരു മയക്കുമരുന്ന് കേസിലെ പ്രതി യൂറോപ്പിൽ പിടിയിലാകുന്നത്. അന്ന് അയാൾ ആ യൂറോപ്യൻ രാജ്യത്ത് വെച്ച് കുറ്റസമ്മതം നടത്തി. കേരളത്തിൽ സമാനമായ ഒരു കേസിൽ താൻ അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു. അന്ന് ആന്റണി രാജു എന്ന് പറയുന്ന ഒരു വക്കീലാണ്, രാഷ്ട്രീയ നേതാവ് കൂടിയായ ഒരു വക്കീലാണ് തൊണ്ടി മുതൽ കോടതിയിൽ നിന്ന് അടിച്ചുമാറ്റി തന്നെ രക്ഷിച്ചത് എന്ന് മൊഴി കൊടുത്തു യൂറോപ്പിൽ. അത് വലിയ വിവാദമായി. അങ്ങനെ ആ വിവാദത്തിൻ്റെ ഫലമായിട്ട് ആന്റണി രാജുവിനെ മത്സരിപ്പിക്കുവാൻ അന്ന് VS അച്യുതാനന്ദൻ തയ്യാറായില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന VS അച്യുതാനന്ദൻ തയ്യാറായില്ല. അങ്ങനെ ആന്റണി രാജുവിന് മത്സരിക്കുവാൻ കഴിഞ്ഞില്ല. ആ സീറ്റ് കേരള കോൺഗ്രസിൻ്റെ മറ്റൊരു നേതാവായ രാഷ്ട്രീയമായി ഒതുക്കപ്പെട്ടിരുന്ന സുരേന്ദ്രൻ പിള്ളയ്ക്ക് നൽകുന്നു. അദ്ദേഹം അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു. പിന്നീട് അദ്ദേഹം മന്ത്രിയാകുന്നു. അതുപോലെ ആന്റണി രാജുവിൻ്റെ വീഴ്ച സുരേന്ദ്രൻ പിള്ളയെ മന്ത്രിയാക്കിയതുപോലെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീഴ്ച OJ ജനീഷിനെ മന്ത്രിയാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ഇനി എങ്ങോട്ട് എന്ന വലിയ ചോദ്യം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹത്തെ രാഷ്ട്രീയമായി പിടിച്ചുയർത്തിയ പാലക്കാട് മത്സരിക്കുവാൻ, താൻ ലോക്സഭയിലേക്ക് വടകരയിൽ MP ആയപ്പോൾ ആ ഒഴിവിലേക്ക് മത്സരിക്കുവാൻ പാലക്കാട്ട് കൊണ്ടുവന്ന ഷാഫി പറമ്പിലും അദ്ദേഹവുമായി നിൽക്കുന്ന ഒരു ഫോട്ടോ ഈ വലിയ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ കോൺഗ്രസിൻ്റെ ഒരു നേതാക്കന്മാരും അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അടുത്ത സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി നിൽക്കുന്ന ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ചത് അത് കരുനാഗപ്പള്ളിയിലെ MLA മഹേഷ് മാത്രമാണ്, CR മഹേഷ് മാത്രമാണ്. മറ്റു കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊക്കെയും രാഹുൽ മാങ്കൂട്ടത്തിലുമായി അകലം പാലിക്കുന്നതിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നു തന്നെയാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ ജനങ്ങളും ക്രമേണ രാഹുൽ മാങ്കൂട്ടത്തിലിനെ മറന്നു തുടങ്ങുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദമുണ്ടായപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട ആളുകൾ, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ട ആളുകളൊക്കെയും പിന്നീട് അദ്ദേഹത്തെ ഈ ആരോപണ വിധേയമാകുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ പെട്ടെന്ന് ധൃതിയിൽ നടപടിയെടുത്തു എന്ന് പറയുന്ന VD സതീശന് അനുകൂലമായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയാകണം എന്ന രീതിയിലൊക്കെ ഈ പോസ്റ്റ് ഇടുന്നതും അവർ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്നതും കണ്ടു. രാഷ്ട്രീയത്തിലും സമൂഹത്തിലും അങ്ങനെയാണ്. ഏതൊരാൾ ഉയർന്നു വരുന്നുവോ അവരുടെ പിന്നിലായിരിക്കും അണികളും പാർട്ടി പ്രവർത്തകരും ഒക്കെ. അത് ഏതു പാർട്ടിയുടെയും സ്വാഭാവികമായ രീതി അങ്ങനെ തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ നേരത്തെ VS അച്യുതാനന്ദൻ, അദ്ദേഹം CPMൻ്റെ വലിയ നക്ഷത്ര ശോഭയുള്ള നേതാവായിരുന്നു. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം നിരസിച്ചപ്പോഴും അദ്ദേഹത്തെ ഇലക്ഷൻ മത്സരിക്കുവാൻ അനുവദിക്കാതിരുന്നപ്പോഴും പിണറായി വിജയനെതിരെ ശക്തമായ പ്രതിഷേധം VS അച്യുതാനന്ദൻ്റെ ചേർത്ത് നിർത്തിക്കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ
പ്രവർത്തകർ ഉയർത്തി. പക്ഷേ പിന്നീട് പിണറായി വിജയൻ പാർട്ടിയിൽ അപ്രമാദിത്വം നേടി അദ്ദേഹത്തിൻ്റെ പിന്നിലേക്ക് സൈബർ ഇടങ്ങളും പാർട്ടി പ്രവർത്തകരുമൊക്കെ മാറുന്ന ഒരു സമ്പ്രദായം ഉണ്ടായി. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലും രാഷ്ട്രീയത്തിൻ്റെ വിസ്മൃതിയിലേക്ക് മറയുന്ന ഒരു സമയം ആണ് എന്ന് പറയാം. തൻ്റെ വ്യക്തിജീവിതത്തിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തൻ്റെ രാഷ്ട്രീയ ജീവിതം അദ്ദേഹം അവസാനിപ്പിക്കേണ്ടി വരുന്നു എന്നത് വളരെ ഖേദകരമാണ് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ സംസ്ഥാനത്തിന്, കോൺഗ്രസ്സിന് ഒക്കെ വലിയ സംഭാവന നൽകുവാൻ കഴിവുള്ള ഒരു നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ ചെറിയ പ്രായത്തിൽ MLA ആയി വ്യക്തമായി കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് സംസാരിക്കുവാൻ കഴിയുന്ന ഒരു നേതാവായിരുന്നു. മിക്കപ്പോഴും ചാനൽ ചർച്ചകളിൽ CPM-ൻ്റെയോ BJP-യുടെയോ യുവ നേതാക്കന്മാർക്കൊന്നും രാഹുൽ മാങ്കൂട്ടത്തിലുമായി പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല. സംവാദങ്ങളിലൊക്കെ അവർ വീണ് ഉടയുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. അത്രമേൽ സംസാരിക്കുവാൻ കഴിയുന്ന, കോൺഗ്രസിനും സംസ്ഥാനത്തിനും സംഭാവനകൾ നൽകുവാൻ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അത് ഇരുളടഞ്ഞു പോകുന്നു, അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വിഷമമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പുതിയ ഉദയങ്ങൾ യൂത്ത് കോൺഗ്രസിനുണ്ടാകുകയാണ്. കോൺഗ്രസിൽ പുതിയ യുവ തലമുറ മുന്നോട്ട് വരികയാണ്. അവരാ പ്രസ്ഥാനത്ത് നയിക്കുകയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. പാലക്കാട് നിയമസഭയിൽ അദ്ദേഹത്തിന് മത്സരിക്കുവാൻ സീറ്റ് അനുവദിച്ചിട്ടില്ല. ഇനി ലോക്സഭാ ഇലക്ഷൻ വരികയാണെങ്കിൽ നിലവിലുള്ള MP-മാരെ തന്നെയായിരിക്കും മത്സരിക്കുവാൻ കോൺഗ്രസ് അനുവദിക്കുക. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. ഇനി അടുത്ത നിയമസഭാ ഇലക്ഷൻ വന്നാലും ഈ നിലവിലുള്ള 103 MLA-മാരെ തന്നെയായിരിക്കും കോൺഗ്രസ് പരീക്ഷിക്കുക. പരാജയപ്പെട്ട ഏതെങ്കിലും ഒരു സീറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അവസരം കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ അത് ഈ വലിയ തരംഗത്തിനിടയിലും വിജയിക്കുവാൻ കഴിയാത്ത സീറ്റുകളാണ്. അവിടെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പരീക്ഷിക്കുമോ എന്ന് ചോദിച്ചാൽ അതിനും സാധ്യതകൾ വിരളമാണ് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം തൻ്റെ വ്യക്തിജീവിതത്തിൽ സൂക്ഷ്മത പുലർത്താത്തത് കൊണ്ട്, അല്ലെങ്കിൽ ചില കടുത്ത നടപടികൾ പാർട്ടി പെട്ടെന്ന് എടുത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് തിരശ്ശീല വീഴുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം കോൺഗ്രസിൽ ഒരു പുതിയ യുവത്വം കടന്നു വരുന്നുണ്ട്. AD തോമസും സൂരജും ഒക്കെ ഉൾപ്പെടുന്ന ഒരു പുതിയ യുവത്വം കടന്നു വരുന്നുണ്ട്. അവർ എങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഒക്കെ തങ്ങളുടെ നിലപാടുകൾ സംസ്ഥാനത്തെ ജനങ്ങളെ അറിയിക്കണം എന്ന കാര്യത്തിൽ വളരെ കണ്ണിങ്ങായി നീങ്ങുന്നവരാണ്. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം പിന്നോട്ട് പോവുകയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് സീറോയിൽ നിന്ന് വീണ്ടും തുടങ്ങേണ്ടി വരും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും MLA-യും സംസ്ഥാനത്തെ ഏറ്റവും ജനകീയനായ അല്ലെങ്കിൽ ശ്രദ്ധേയനായ രാഷ്ട്രീയ നേതാവുമായിരുന്ന ഇടത്ത് നിന്ന് അദ്ദേഹത്തിന് സീറോയിൽ നിന്ന് വീണ്ടും തുടങ്ങേണ്ട ഒരവസ്ഥയിലേക്കാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ സമാനമായ ഒരു രംഗം റസൂൽ പൂക്കുട്ടിയും അഭിമുഖീകരിക്കേണ്ടി വരും. പക്ഷേ അദ്ദേഹം കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാരെ പോലെയല്ല, കലാരംഗത്താകുമ്പോൾ ജനങ്ങളുമായിട്ട് ഇടപെടേണ്ടി വരുന്നില്ല, ജനങ്ങളുടെ അംഗീകാരം വേണ്ടി വരുന്നില്ല. എന്നതുകൊണ്ട് തന്നെ ഇത്രത്തോളം വലിയ ഒരു തിരിച്ചടി അദ്ദേഹത്തിന് ഉണ്ടാകുവാൻ സാധ്യത. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലുണ്ടായ തിരിച്ചടി അത് വിഷമകരം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. തൽക്കാലം ഈ വീഡിയോ ഇടവാങ്ങിയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.